നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 63,000 കടന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 322 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 5 പേരാണ് പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇതിനിടെ ഗാസ സിറ്റിയിൽ പിടിമുറുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ തന്നെ മാനുഷിക ഇടനാഴിയായി പ്രഖ്യാപിച്ച അൽ മവാസി മേഖലയിൽ പോലും ഇസ്രായേൽ ആക്രമണം നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ നടന്ന ആക്രമണങ്ങളിൽ കുട്ടികളും സഹായം തേടിയെത്തിയവരും ഉൾപ്പെടെ 58 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിക്കടുത്ത് വെച്ച് സഹായത്തിനായി കാത്തുനിന്ന 9 പേരും ഇസ്രായേലിലെ വെടിയേറ്റ് മരിച്ചു. ഗാസ സിറ്റിയിൽ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് UN വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ശക്തമാവുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റീഫൻ ഡുജാറിക് ന്യൂയോർക്കിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗാസ സിറ്റി താൽക്കാലികമായി ആക്രമണം നിർത്തിവെക്കുമെന്നാണ് ഒഴിവാക്കിയ നടപടി. ഇസ്രായേലിലെ തീരുമാനം ജനങ്ങളുടെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും ജീവൻ കൂടുതൽ അപകടത്തിലാക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലക്ഷക്കണക്കിന് ആളുകളെ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതമാക്കുന്നത് മറ്റൊരു ദുരന്തത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഇത് നിർബന്ധിത പലായനത്തിന് തുല്യമാണ്, ഡുജാറിക് വ്യക്തമാക്കി. ഗാസ സിറ്റിയിൽ കടുത്ത ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പോഷകാഹാരക്കുറവിന്റെ വ്യക്തമായ ലക്ഷണങ്ങളുള്ള കുട്ടികളെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആവശ്യത്തിന് പോഷകാഹാരങ്ങൾ പോലും അവിടെ ലഭ്യമല്ല. വിശപ്പ് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗാസയിലെ ജനങ്ങളെ നിർബന്ധിച്ച് പുറത്താക്കുവാനുള്ള ഇസ്രായേലിലെ ശ്രമങ്ങൾ വിജയിക്കില്ലെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ മുനീർ അൽ ബുർഷ് പ്രതികരിച്ചത്. തുർക്കിയുടെ ശക്തമായ നിലപാട് UN സന്ദർശിക്കാനുള്ള പലസ്തീൻ ഉദ്യോഗസ്ഥരുടെ വിസ റദ്ദാക്കിയിരിക്കുകയാണ്. അമേരിക്ക ഗാസയിലെ യുദ്ധത്തെ ചൊല്ലി തുർക്കി ഇസ്രായേലുമായുള്ള എല്ലാ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. ഇസ്രായേൽ വിമാനങ്ങൾക്ക് തുർക്കിയുടെ വ്യോമാതിർത്തി അടച്ചിട്ടതായും തുർക്കി വിദേശകാര്യ മന്ത്രി ഹക്കർ ഫിദാൻ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്നും ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇസ്രായേലിലെ ഈ ഭീകര രാഷ്ട്ര മനോഭാവം മേഖലയെ മുഴുവൻ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും തുർക്കി മന്ത്രി മുന്നറിയിപ്പ് നൽകി. തുർക്കിയുടെ തീരുമാനത്തെ ഹമാസ് പ്രകീർത്തിച്ചു. ഇതിനിടെ അടുത്ത മാസം ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ പങ്കെടുക്കേണ്ട ഫലസ്തീൻ അതോറിറ്റിയിലെ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെയും ഉദ്യോഗസ്ഥരുടെ വിസ അമേരിക്ക റദ്ദാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഫലസ്തീൻ ചർച്ചകൾ അട്ടിമറിക്കുവാൻ ഫലസ്തീൻ അതോറിറ്റി ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം ഈ നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് ശ്രദ്ധേയം. ഗാസയിലെ ആക്രമണങ്ങൾക്ക് പുറമെ ഇസ്രായേൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും തുടരുന്നുണ്ട്. തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ റാദ്വാൻ ഫോഴ്സിലെ ബറ്റാലിയൻ നേതാവെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത്. അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തുന്നതായും ഫലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലി സൈനികരുടെ സംരക്ഷണയിൽ ഫലസ്തീൻ വംശജരെ നിരന്തരം ആക്രമിക്കുകയാണെന്ന് സിൻജിൽ ഗ്രാമത്തിലെ ആയിദ് ഗ്രാഫിൽ പറയുന്നു. എനിക്ക് ഭയമില്ല. അവർക്ക് തോക്കുകളുണ്ടെങ്കിലും ഞാൻ ഭയക്കുന്നില്ല. എന്നെ വേരോടെ പിഴുതെറിയുവാൻ ആർക്കും കഴിയില്ല എന്നാണ് ഗാഫ്രി പറഞ്ഞത്. ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമുള്ള തടവുകാരെ സംബന്ധിച്ച് ഹമാസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗാസ മുനമ്പ് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അവരുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ ടെലഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. ഹമാസ് തടവുകാരുടെ ജീവൻ സംരക്ഷിക്കുമെങ്കിലും അവർക്ക് ഹമാസ് പോരാളികൾക്ക് നേരിടുന്ന അതേ അപകട സാധ്യതകളുണ്ടെന്നും ഉബൈദ കൂട്ടിച്ചേർത്തു. അതേസമയം തടവിലാക്കപ്പെട്ട ഇസ്രായേലി സൈനികരെ വീണ്ടെടുക്കുന്നതിനായി ഇസ്രായേൽ സർക്കാർ വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെടണമെന്ന് ഇസ്രായേലിന്റെ ബന്ദി കാണാതായ കുടുംബ ഫോറം ആവശ്യപ്പെട്ടു. UN പൊതുസഭയിൽ പങ്കെടുക്കുന്ന പലസ്തീൻ നേതാക്കൾക്ക് US വിസ നിഷേധിച്ചതിലും പ്രതിഷേധമുയരുന്നുണ്ട്. അടുത്ത മാസം നടക്കുന്ന US പൊതുസഭയിൽ ഫലസ്തീൻ നേതാക്കൾ സംസാരിക്കുന്നത് വിലക്കുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് വിസ നിഷേധിച്ചതെന്നാണ് ഈ ആരോപണം ഉയർത്തിക്കൊണ്ട് പറയുന്നത്. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അടക്കമുള്ള ഫലസ്തീൻ അതോറിറ്റി, ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നിവയിലെ മുതിർന്ന നേതാക്കൾക്കാണ് US വിസ നിഷേധിച്ചത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും തീവ്രവാദത്തിന് ഫണ്ടിംഗ് നടത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. UN പൊതുസഭയിൽ ഫലസ്തീൻ നേതാക്കൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യം സ്ഥിരമായി ഉന്നയിക്കാറുണ്ട്. ഇത് തടയുകയാണ് വിസ നിഷേധിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് അമേരിക്കയ്ക്ക് മേലുള്ള ആരോപണം. ഇറാനിൽ നിന്ന് അടക്കമുള്ള ചില പ്രതിനിധികൾക്ക് നേരത്തെ വിസ നിഷേധിച്ചിരുന്നുവെങ്കിലും ഒരു പ്രതിനിധി സംഘത്തിന് ഒന്നാകെ US വിസ നിഷേധിക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. വിസ നിഷേധിച്ച തീരുമാനം സഭയിൽ അത്ഭുതപ്പെടുത്തിയെന്നും അബ്ബാസിന്റെ ഓഫീസ് പറഞ്ഞു. 1947 ഐക്യരാഷ്ട്രസഭയുടെ കരാർ പ്രകാരം ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലേക്ക് വരുന്ന വിദേശ നയതന്ത്രജ്ഞർക്ക് പ്രവേശനം അനുവദിക്കുവാൻ US പൊതുവെ ബാധ്യസ്ഥരാണ്. എന്നാൽ സുരക്ഷ, തീവ്രവാദം, വിദേശനയ കാരണങ്ങൾ എന്നിവയാൽ വിസ നിഷേധിക്കാമെന്ന് വാഷിംഗ്ടൺ അറിയിച്ചിട്ടുണ്ട്.
ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുക്കുന്നുവെന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു സമീപ ആഴ്ചകളിൽ നിന്ന് പുറത്തുവന്നിരുന്നത്. ഫ്രാൻസും യുകെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്തത്. എന്നാൽ ഇസ്രയേലിനെതിരെ യൂറോപ്യൻ യൂണിയനും യുകെയും ഒക്കെ വാക്കുകളിൽ പുലർത്തുന്ന തീവ്ര നിലപാടുകളൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്ന ആരോപണങ്ങളും ഒരു ഭാഗത്ത് ശക്തമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നെതർലാൻഡ്സ് വിദേശകാര്യ മന്ത്രിയായിരുന്ന കാസ്പർ അദ്ദേഹത്തിന്റെ ന്യൂ സോഷ്യൽ കോൺടാക്ട് പാർട്ടിയുടെ ക്യാബിനറ്റ് അംഗങ്ങളും ഭരണമുന്നണിയിൽ നിന്ന് രാജി സമർപ്പിച്ചത്. ഗാസയിൽ വംശഹത്യ തുടർന്ന ഇസ്രയേലിനെതിരെ അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മന്ത്രിയുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു രാജി. വെസ്റ്റ് ബാങ്കിൽ ഒരു വലിയ കുടിയേറ്റ വികസനത്തിന് ഇസ്രയേൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് മറ്റ് 20 രാജ്യങ്ങളുമായി ചേർന്ന നെതർലാൻഡ്സും അപലപിച്ചത് പിന്നാലെയായിരുന്നു രാജ്യവാർത്ത പുറത്തുവന്നത്. യുകെയിലെയും സ്പെയിനിലെയും എല്ലാം മന്ത്രിസഭകളിൽ നിന്ന് സമാനമായ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇനി മൗനം പാലിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ എല്ലാം രാജി എന്നതും പ്രസക്തമാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെയാണ് ഈ നടപടികൾ സൂചിപ്പിക്കുന്നതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നെതർലാൻഡ്സിന്റെ കാര്യം തന്നെ എടുത്താൽ ഇസ്രയേൽ ഉപയോഗിക്കുന്ന F-35 യുദ്ധവിമാനങ്ങൾക്കുള്ള നിർമ്മാണ ഘടകങ്ങൾ നൽകുന്ന പ്രധാന രാജ്യങ്ങളൊന്നാണ് നെതർലാൻഡ്സ്. ഒരു ഭാഗത്ത് ഇസ്രയേലിനെ അപലപിക്കുമ്പോഴും സയനിസ്റ്റ് ഭരണകൂടത്തിന് ഈ നിർമ്മാണ ഘടകങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ നെതർലാൻഡ്സ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇതൊക്കെ രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതൊക്കെ തന്നെയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ കാര്യം. സഹായ വിതരണങ്ങളും ഭക്ഷ്യ സഹായങ്ങളും ഗാസയിലേക്ക് കടത്തിവിടുന്നതിൽ ഇസ്രയേൽ സ്വീകരിക്കുന്ന സമീപനത്തെ അടുത്തിടെയാണ് യൂറോപ്യൻ യൂണിയനിലെ 19 രാജ്യങ്ങൾ കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്തുവാനോ അതിൽ ഉപരോധം ഏർപ്പെടുത്തി സയനിസ്റ്റ് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുവാനോ ഇക്കൂട്ടർ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. 2025 മാർച്ചിൽ $200 ബില്യൺ കയറ്റുമതിയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇസ്രയേൽ നടത്തിയത്. സമാനമായി യൂറോപ്യൻ യൂണിയന്റെ ഇസ്രയേലിലേക്കുള്ള ഇറക്കുമതി $240 കോടി കടന്നിരുന്നു. ഗാസയിലെ വംശഹത്യ തുടരുമ്പോഴും ഇരു കൂട്ടരും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ യാതൊരു ഉലച്ചിലും തട്ടിയിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയെ സഹായിക്കുവാൻ അമേരിക്ക ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ ഭൂരിഭാഗവും അമേരിക്കക്കാരും അതൃപ്തരെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ ക്വിന്നിപിയാക് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ 60% ജനങ്ങളും അമേരിക്ക ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനെ എതിർക്കുന്നുണ്ട്. 32% അമേരിക്കക്കാർ മാത്രമാണ് ആയുധം കൈമാറ്റത്തെ അനുകൂലിക്കുന്നത്. ആയുധ വിൽപ്പനയെ എതിർക്കുന്നവരിൽ ഭൂരിഭാഗവും ഡെമോക്രാറ്റുകളാണ്. സർവേയിൽ പങ്കെടുത്ത 75% ഡെമോക്രാറ്റുകളും അമേരിക്കയുടെ ഈ ആയുധ കച്ചവടത്തെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കന്മാരിൽ 66% പേരും ആയുധ വിൽപ്പനയെ അനുകൂലിക്കുന്നുണ്ട്. 36% ആളുകൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. സ്വതന്ത്രരിൽ 66%വും ആയുധ കൈമാറ്റത്തെ എതിർക്കുന്നു. 2023 നവംബർ മുതൽ ക്വിന്നിപിയാക് നടത്തിവരുന്ന സർവേയിൽ ഇതാദ്യമായാണ് ഇത്രത്തോളം അമേരിക്കക്കാർ ആയുധ വിൽപ്പനയെ എതിർക്കുന്നത്. ഇസ്രയേലിനോട് അനുഭാവം പുലർത്തുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യുവാക്കളുടെ എണ്ണത്തിലും ഗണ്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനതയ്ക്ക് ഇസ്രയേലിനോടുള്ള എതിർപ്പ് ശക്തമാകുന്നതിനൊപ്പം ഫലസ്തീനോടുള്ള അടുപ്പവും വർദ്ധിക്കുന്നതായും ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. സർവേയിൽ പങ്കെടുത്ത 37% പേർ ഫലസ്തീനോട് അനുകമ്പയുള്ളതായി വെളിപ്പെടുത്തിയപ്പോൾ 36% പേർ ഇസ്രയേലിനൊപ്പം ചേർന്നു. എന്നാൽ 27% പേർ നിഷ്പക്ഷതായിരുന്നു. 2001 ശേഷം ഇതാദ്യമായാണ് സർവേയിൽ ഫലസ്തീനികളോടുള്ള അമേരിക്കൻ ജനതയുടെ ഐക്യദാർഢ്യം ഇത്രത്തോളം വർദ്ധിക്കുന്നത്.